ചേച്ചി കാണാതെ ഒളിച്ചു വെച്ചതാ. ഓ, നീ ഒരു തള്ളക്കുരുവി. 5 മുട്ടയുണ്ട്, ഒന്നും വിരിഞ്ഞിട്ടില്ല. ഷോ, അതവിടെ വെക്കോ ചേച്ചി. അത് ഇപ്പോഴെങ്കിലും വിരിയില്ല. ചേച്ചി അടുത്ത ആഴ്ച വരുമ്പോഴേക്കും വിരിയും. ദാ വെച്ചു. മതിയോ? ഞാനൊന്ന് തൊട്ടെന്ന് വെച്ചപ്പോ എന്താ? തൊട്ടാലേ പിന്നെ മുട്ട വിരിയില്ല, അത്ര തന്നെ. എന്നാര് പറഞ്ഞു? അതങ്ങനെയാ, മനുഷ്യൻ തൊട്ടാ പിന്നെ തള്ളക്കിളി തൊടില്ല, മുട്ട കല്ലിച്ചു പോ. ഓ, പേപ്പറും. ചേച്ചി എപ്പോ വന്നു? ഇന്നലെ. നന്നായിട്ടുണ്ട് കേട്ടോ. നീ വായിച്ചോ? വായിച്ചില്ല, വായിച്ചവരൊക്കെ പറഞ്ഞു വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതുമ്പോ കുഴപ്പമുണ്ടാവുന്ന പേടിച്ച സ്വന്തം പേര് വെക്കാത്തതെന്നാ എല്ലാരും പറയണേ. നേരാ? ചേച്ചി ആ പേപ്പർ ഇങ്ങനെ ഞാനൊന്ന് വായിക്കട്ടെ. ആദ്യം അച്ഛനെ കാണിക്കട്ടെ. അച്ഛാ, ഇതാ ആർട്ടിക്കിളിന്റെ കൺക്ലൂഡിംഗ് ഇഷ്യൂ. നീ കണ്ണാടി ഇങ്ങെടുക്ക. ഇതാ. നീ ഇതെങ്ങനെയാ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് അറിയണമല്ലോ. അറിയാനൊന്നുമില്ല, മോസ്റ്റ് പെർഫെക്റ്റ് കൺക്ലൂഷൻ ആണ്. വായിക്കട്ടെ. നീ എന്തിനാ അടുത്ത് വന്നിരിക്കുന്നത്? നീ അടുത്തിരുന്ന എന്റെ ക്രിട്ടിക് മൈൻഡ് വർക്ക് ചെയ്യൂല. എന്തിനാ ക്രിട്ടിക്സ് മൈൻഡ്? ഒരു ആസ്വാദകന്റെ മൈൻഡിലങ്ങ് വായിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ ലോകം മുഴുവൻ ക്രിട്ടിക്സാ. ഇനിയിപ്പോ അച്ഛനും കൂടെ അതില്ലാത്തതിന്റെ കുറവേ ഉള്ളൂ. അച്ഛാ 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 അച്ഛാ, ഞാനിത് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബ്ലൈൻഡ്നെസ് ആൻഡ് ഡാർക്ക്നെസ് അക്കോർഡിംഗ് ടു. മതി. നിന്റെ റണ്ണിങ് കമന്ററി ഒന്നും വേണ്ട. നിന്റെ റണ്ണിങ് കമന്ററി ഇല്ലാണ്ട് തന്നെ ഇത് വായിച്ചാൽ മനസ്സിലാവും. ഞാനൊന്ന് നോക്കട്ടെ. അതെങ്ങനെയാ? എഴുതിയവരുടെ ത്രില്ല് വായിക്കുന്നവർക്കുണ്ടാവണമെന്നില്ലല്ലോ. ചേച്ചി. അച്ഛാ, കാപ്പി. എങ്ങനെയുണ്ട്? എനി ക്രിറ്റിസിസം ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ക്രിറ്റിസിസം ഒന്നുമല്ല, പക്ഷെ എനിക്കൊരു പരാതിയുണ്ട്. നിന്നോടായിട്ട് മാത്രമല്ല, പത്രക്കാരോട് മുഴുവനായിട്ടാ. പറഞ്ഞാലും മനസ്സിലാകുന്ന വർഗമല്ലാന്നറിയാം, എന്നാലും. അത് അച്ഛൻ പറഞ്ഞത് ശരിയാ. എന്താടി ശരി? മോളെ, ഈ മൂകരും ബദിരരും ഒക്കെ സമൂഹത്തിന്റെ പരിഗണനയാണ് ആഗ്രഹിക്കുന്നത്, തകരാതല്ല. ഇത്തരം ഫീച്ചറുകളൊക്കെ ഒരുതരം സെൻസേഷനെ ഉണ്ടാക്കൂ. അല്ല, നിനക്കും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. ആ ചാക്കോച്ചനല്ലേ മുതലാളി, അയാൾക്കെല്ലാം കച്ചോടാ. എനിക്കിത് വേണം. പത്രവും കൈ തന്ന് കണ്ണാടിയും വെച്ചെന്ന് കാപ്പിയും കൊണ്ടുവന്നപ്പോ വലിയ ഷാർപ്പ് ക്രിറ്റിസിസം. ചേച്ചി ഒന്ന് വേഗം വാ, താമസിച്ച് തിരുമേനി എന്നെ വഴക്ക് പറയും. നിനക്ക് മാത്രമല്ല, വഴക്ക് പറയുന്നൊരു തിരുമേനി എനിക്കുണ്ട് അവിടെ. അച്ഛൻ ഞാനും ഇറങ്ങാം. ഇനി എന്നാ? അടുത്ത ആഴ്ച ചിലപ്പോ, അല്ലെങ്കിൽ അതിനടുത്ത ആഴ്ച. അതുവരെയുള്ള മരുന്നുണ്ടാവും അല്ലേ? എന്തു ഉണ്ടാവും, 1 മാസത്തേക്കുള്ള ഉണ്ടാവും. ഒന്ന് വേഗം വാ ചേച്ചി. എന്താ ഇത് പോക്കറ്റില്? ഒന്നുമില്ല. അയ്യോ, വീടി വലിക്കാനല്ലാതെ പിന്നെ വെറുതെ ഒരു സമാധാനത്തിന് പുകലിട്ടതേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ സമാധാനിക്കണ്ട. ഡോക്ടർ 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ വലിക്കരുത് വലിക്കരുതെന്ന്. അയ്യോ, വീടി തീപ്പെട്ടി. ഹായ് ഹായ്. ഒരെണ്ണം പുകലിട്ടേക്ക്. ഓടിച്ചാളാ ചേച്ചി. നീയാ ഇവിടുത്തെ തീയടി അല്ലേ? അവളങ്ങ് പോവും, നീ തിരിച്ച് ഇങ്ങടാ വരേണ്ടത്. മനസ്സിലായോ? ഇവിടെ തന്നെ, ഇവിടെ തന്നെ. ഉള്ളിലേക്ക് പോകും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരുന്ന വഴിയാ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അതെ. താങ്ക് യു. വായിച്ചോ? നൈസ്.
ലേഖനത്തിന്റെ അവസാനം ഉഗ്രനായിട്ടുണ്ട്. എഡിറ്റർ ഹൗസ് ഉണ്ടോ? ഉണ്ട്. ഈ ബാഗ് ഒന്ന് വിതിരിക്കട്ടെ, ഒന്ന് നോക്കിക്കോണ്ടേ. ലിസി, ആ ലെറ്റർ അയച്ചോ? അത് അന്നേ അയച്ചല്ലോ. നമസ്കാരം. ഇത് ഡൽഹി ഓഫീസിന്റെ അല്ലേ? ഡൽഹി ഓഫീസിന്റെ തന്നെ അല്ലേ എന്ന്? ഓക്കെ ഓക്കെ. നമസ്കാരം. ഇരിക്കെ. ഉഷ രാവിലത്തെ വണ്ടിക്ക് തന്നെ പുറപ്പെട്ടായിരിക്കും അല്ലേ? അതെ. വീട്ടില് അച്ഛനെങ്ങനെയാ? സുഖം തന്നെയല്ലേ? സുഖമായിരിക്കുന്നു. ആ, കൺഗ്രാജുലേഷൻ. നേരിട്ട് പറയണ്ടെന്ന് കരുതിയതാ, എന്നാലും ഇപ്പോഴങ്ങ് പറയുന്നു. ഉഷയുടെ ലേഖനങ്ങളെല്ലാം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സെൻസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മുടെ സർക്കുലേഷനും കൂടി. താങ്ക്സ്. ഉഷേ, ഞാനിത്തിരി വഴിവിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് സീനിയേഴ്സിനൊക്കെ ഒരു പരാതിയുണ്ട്. കഴിവുള്ളവരെ അംഗീകരിക്കുന്നതിൽ എന്താ തെറ്റല്ലേ? അതുപോട്ടെ, അടുത്തതെന്താ? പുതുതായി വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട് സർ. എന്റെ മനസ്സിലൊരു സബ്ജക്റ്റ് ഉണ്ട്. അത്ര പുതിയ ഐഡിയ ഒന്നുമല്ല, കുറച്ച് പഴയതാ. പലപ്പോഴും എഴുതണമെന്ന് വിചാരിച്ച് വേണ്ടെന്ന് വെച്ചതാ. എന്താ, വല്ല പുലിവാലുള്ളതാണോ? യുവാക്കളിൽ മയക്കുമരുന്നുകൾക്കുള്ള സ്വാധീനം, പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ നിന്നും അതിന്റെ വളർച്ച, അഡിക്ഷൻ, ആഫ്റ്റർ എഫക്ട്സ്, ദുരന്തം, ഇതൊക്കെയായിരിക്കും ഇതിന്റെ ബേസ്. ഓ, പിള്ളേരുടെ കഞ്ചാവ് വലി. അതിപ്പോ പത്രത്തിൽ എഴുതാൻ മാത്രം എന്തിരിക്കുന്നു? ഒരു ബീഡി 5 പേര് കൂടി വലിക്കും, 5 തലയും കുത്തി വീഴും. അതല്ലേ ഉള്ളൂ. അല്ല, സാറിനറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ കണ്ടതാണ്, അനുഭവിച്ചതാണ്. റാങ്കും സ്കോളർഷിപ്പും സ്വർണ്ണ മെഡലും, കോളേജിന്റെയും വീടിന്റെയും അഭിമാനം. എന്റെ സ്വന്തം അനുജൻ. ഞാൻ കണ്ടിട്ടുണ്ട് സാർ. അവസാനം ആരും അറിയാതെ കൽക്കട്ടയിലെ ഏതോ ഒരു ഹോട്ടൽ മുറിയിൽ. എനിക്കറിയാം, കുട്ടിക്ക് അത്ര താല്പര്യമുള്ള വിഷയമാണെങ്കിൽ എഴുതിക്കോളൂ. ഒരു സെൻസേഷണൽ സബ്ജക്ട് എഴുതാനുള്ള ആഗ്രഹം കൊണ്ടല്ല. ഇനിയും ഒരു വീട്ടിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകരുത്. കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാതാപിതാക്കളും ഒന്ന് അറിയട്ടെ. കുട്ടികൾക്കും ഇതൊരു പ്രചോദനമാകുമെങ്കിൽ ഞാൻ വിജയിച്ചു. ഇങ്ങനെ ഒരു സബ്ജക്ട് എന്നൊക്കെ പറയുമ്പോ ഈ ലൊക്കാലിറ്റിയിലുള്ള കുട്ടികളെയും കോളേജും ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ ഉഷ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എതിർപ്പുകളുണ്ടാവും, സാരമില്ല, നമുക്ക് നോക്കാം. ഇത് എഴുതി തീർക്കാൻ ഏതാണ്ട് എത്ര നാൾ വേണ്ടി വരും? കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, എങ്കിലും അത് പോരാ. ഇതൊരു ഫോട്ടോ ഫീച്ചറായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരാഴ്ചയെങ്കിലും വേണ്ടി വരും.